സംവിധായകൻ ആഷിഖ് അബു ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആഷിഖ് അബു, എമ്പുരാന്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, മറു ആരോപണങ്ങൾ, ഇതെല്ലാം താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഇതിപ്പോ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് പൃഥ്വിരാജിനെ മാത്രം കേന്ദ്രീകരിച്ച് ചില വിവാദങ്ങൾ ഉയരുന്നതായി അങ്ങ് അഭിപ്രായപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണിപ്പോ അവസാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ രീതിയിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സിനിമയ്ക്ക് തന്നെ ഈ ദുർവിധി ഉണ്ടായതിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള എനിക്ക് ഏറെ ആശങ്കയോടെയാണ് നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടത്. ഇപ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും മുമ്പേ തന്നെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ പൃഥ്വിരാജിനെതിരെ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാരം. അത് മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഴുവൻ ആളുകളും, കേരളത്തിലെ സിനിമാ പ്രേമികളും അല്ലാത്തവരുമായിട്ടുള്ള ജനത സത്യത്തിൽ പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് ഞാനും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് ഇറങ്ങിയ ഒരു സിനിമ പിന്നീട് അതിൽ കത്രിക വെക്കുക എന്ന് പറഞ്ഞാൽ, അതും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ അതിൽ കത്രിക വെക്കുക എന്ന് പറയുന്നത് സാധാരണമല്ല. അത് അങ്ങോട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാൽ പോലും ആ സമ്മർദ്ദം അത് എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഒരുപക്ഷെ പൃഥ്വിരാജിന് കൂടി ഇല്ലേ? അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം മൗനം പാലിക്കുന്നത്? അല്ല, ഈ പൃഥ്വിരാജിനെ പോലുള്ള ഒരാളെപ്പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഫാസിസ്റ്റ് പ്രവണത നമ്മുടെ നാട്ടിൽ അത്രയധികം ശക്തി പ്രാപിച്ചു എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. പൃഥ്വിരാജിനെ പോലുള്ള വ്യക്തിത്വമുള്ള ഒരാൾക്ക് പോലും ഈ സമ്മർദ്ദത്തിന്റെ മുന്നിൽ വഴങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യക്കുറവായിട്ടല്ല, അത് സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പ്രശ്നമാണത്. ഓരോ കലാകാരന്റെയും ഐഡന്റിറ്റി, പേര്, ജാതി, മതം, ഇതെല്ലാം അനുസരിച്ച് എത്രയെത്ര വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇതിപ്പോ പൃഥ്വിരാജ് സുകുമാരനാണ്, എന്നിട്ട് പോലും അദ്ദേഹം ദേശവിരുദ്ധനാണ് എന്നടക്കം ചാപ്പയടിച്ചു കൊടുക്കുകയാണ്. ഓർഗനൈസറൊക്കെ മണിക്കൂർ വെച്ച തലക്കെട്ടെഴുതി ലേഖനം പുറത്തിറക്കുകയാണ്. ഇതിപ്പോ വേണമെങ്കിൽ ഇവിടെ RSSനെതിരായ വിമർശനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം എന്ന രീതിയിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ നിർബന്ധിതമാകുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സിനിമയുമായി ഇറങ്ങുമ്പോൾ സെൻസർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ പിന്നെ സെൻസർ ബോർഡ് വേണ്ടതില്ലല്ലോ, അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഈ അധികാരം എന്ന് പറയുന്ന സംഗതിയുടെ ദുർവിനിയോഗമാണ് ഇപ്പോ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പച്ചയായിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഒരു കലാസൃഷ്ടിയെ സംഘം ചേർന്ന് ആക്രമിക്കുകയും അതില് പ്രവർത്തിച്ചിട്ടുള്ള മലയാളം ബഹുമാനിക്കുന്ന കലാകാരന്മാരായിട്ടുള്ള ശ്രീ മോഹൻലാല്, ശ്രീ പൃഥ്വിരാജ് തുടങ്ങിയുള്ള ആളുകളെയൊക്കെ എന്ത് രീതിയിലാണ് അധിക്ഷേപങ്ങൾ കൊണ്ട് ചൊരിയുന്നത്. ഒരു സിനിമയാണെന്നുള്ളത് മറന്നുകൊണ്ട് തന്നെ അവരെ വളരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആഷിഖ് അബു. പ്രതികരിച്ചതിന് ഞാൻ പൃഥ്വിരാജിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കുകയാണ് സംവിധായകൻ ആഷിഖ് അബു.